പ്രപഞ്ചം നമ്മോട് സംസാരിക്കാറുണ്ടോ? അതോ നമ്മുടെ ശരീരം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി സൂചനകൾ നൽകാറുണ്ടോ? യുക്തിക്കും ശാസ്ത്രത്തിനും അപ്പുറം നിൽക്കുന്ന ചില നിഗൂഢ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും നമ്മൾ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന പല ശാരീരിക മാറ്റങ്ങളും യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ മുന്നോടിയാണെങ്കിലോ? അത്തരത്തിലൊന്നാണ് കണ്ണുകളുടെ തുടിച്ചിൽ. നിങ്ങൾ എപ്പോഴെങ്കിലും സമാധാനമായി ഒരിടത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ കൺപോളകൾ വിറയ്ക്കുന്നതോ അല്ലെങ്കിൽ തുടിക്കുന്നതോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഉടനെ ചെയ്യുന്നത് എന്താണ്? കണ്ണൊന്ന് അമർത്തി തിരുമോ, അല്ലെങ്കിൽ അല്പം വെള്ളം മുഖത്ത് തളിക്കും. അതോടുകൂടി ആ അസ്വസ്ഥത മാറുമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ നമ്മുടെ കാരണവന്മാരും പുരാതന ശുഗനശാസ്ത്രങ്ങളും പറയുന്നത് മറ്റൊന്നാണ്. വെറും ഒരു പേശി വലിവല്ല, മറിച്ച് നിങ്ങളെ തേടിയെത്താൻ പോകുന്ന ഒരു വാർത്തയുടെ സന്ദേശവാഹകനാണ് ഈ തുടിച്ചിലെന്ന്. നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പുരാതന സംസ്കാരങ്ങളിൽ കണ്ണുകളുടെ തുടിച്ചിലിന് വളരെ വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഭാരതത്തിലെ നിമിത്ത ശാസ്ത്രങ്ങൾ മുതൽ ചൈനീസ് ഗോത്രവിശ്വാസങ്ങൾ വരെ പറയുന്നത് കണ്ണു തുടിക്കുന്നത് ഒരു നിസ്സാര സംഭവമല്ല എന്നാണ്. അത് പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഭാഗ്യത്തിന്റെ ചിഹ്നമാകാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങളെ പിടികൂടാൻ പോകുന്ന ഒരു ആപത്തിന്റെ മുന്നറിയിപ്പാകാം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ, ഇന്ന് എന്റെ വലത് കണ്ണ് തുടിക്കുന്നുണ്ട്, എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നുവെന്ന് മുതിർന്നവർ പറയുന്നത്. അതുപോലെ തന്നെ ഇടതു കണ്ണാണ് തുടിക്കുന്നത്, സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പും നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ബലങ്ങൾ ഒന്നാണോ? ഒരിക്കലുമല്ല. പ്രപഞ്ചത്തിലെ സ്ത്രീ പുരുഷ ഊർജങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്ന സൂചനകളും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം ഇങ്ങനെ പ്രതികരിക്കുന്നത്? വരാനിരിക്കുന്ന അതിഥിയെക്കുറിച്ചോ നഷ്ടപ്പെടാൻ പോകുന്ന പണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുന്നതിനെ കുറിച്ചോ ഒക്കെ കൃത്യമായ സൂചനകൾ നൽകാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് സാധിക്കുമോ? പണ്ട് കാലത്ത് യുദ്ധത്തിന് പോകുന്ന രാജാക്കന്മാരും വ്യാപാരത്തിന് പോകുന്ന കച്ചവടക്കാരും ഇത്തരം ശകുനങ്ങളെ നോക്കിയായിരുന്നു തങ്ങളുടെ യാത്രകൾ നിശ്ചയിച്ചിരുന്നത്. ആധുനിക കാലത്ത് നമ്മൾ ഇതിനെ അന്ധവിശ്വാസമെന്ന് വിളിക്കുമ്പോഴും കണ്ണു തുടിച്ചലിന് പിന്നാലെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ അനുഭവം പങ്കുവെക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ മണ്ണിൽ കാലങ്ങളായി നിലനിൽക്കുന്ന, കേട്ടാൽ അത്ഭുതം തോന്നുന്ന ആ നിഗൂഢമായ വിശ്വാസങ്ങളെക്കുറിച്ചാണ്. കണ്ണിന്റെ മുകൾ ഭാഗമാണോ തുടിക്കുന്നത്, താഴത്തെ പോളയാണോ? ഏത് സമയത്താണ് തുടിക്കുന്നത്? പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് നൽകുന്ന ബലങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുമായി ഈ പറയുന്ന കാര്യങ്ങളെ ഒന്ന് ഒത്തുനോക്കൂ. ഒരു പക്ഷേ നിങ്ങളെ തേടി വരാനിരിക്കുന്ന വലിയൊരു ഭാഗ്യത്തെക്കുറിച്ചുള്ള സൂചനയാകാം ഇപ്പോൾ നിങ്ങളുടെ കൺപോളകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് കടക്കാം. പുരുഷന്മാരുടെ കാര്യമെടുത്താൽ അവരുടെ വലതുഭാഗമാണ് എപ്പോഴും ശക്തിയുടെയും ഭാഗ്യത്തിന്റെയും പ്രതീകമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷന്റെ വലത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ അത് അത്യന്തം ശുഭകരമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാനോ വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാകാനോ ഇത് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തൊഴിൽ മേഖലയിൽ ഉന്നതി, പ്രശസ്തി എന്നിവയും വലത് കണ്ണ് തുടിക്കുന്നതിലൂടെ പുരുഷന് ലഭിക്കുന്നു. എന്നാൽ ഒരു പുരുഷന്റെ ഇടത് കണ്ണ് തുടിച്ചാലോ? അത് അത്ര നല്ല സൂചനയല്ല. വരാനിരിക്കുന്ന തടസ്സങ്ങളെയോ സാമ്പത്തിക നഷ്ടങ്ങളെയോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്ന അസ്വസ്ഥതകളെയോ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാനും ഇത് കാരണമായേക്കാം. സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ്. ഒരു സ്ത്രീയുടെ ഇടതുഭാഗമാണ് ഐശ്വര്യമായി കണക്കാക്കുന്നത്. സ്ത്രീയുടെ ഇടത് കണ്ണ് തുടിക്കുന്നത് ഭാഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും ലക്ഷണമാണ്. സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കാനോ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ സന്തോഷ വാർത്തകൾ കേൾക്കാനോ ഇത് ഇടയാക്കും. അതേസമയം ഒരു സ്ത്രീയുടെ വലത് കണ്ണ് തുടിക്കുന്നത് ദോഷകരമാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ പ്രിയപ്പെട്ടവരുമായുള്ള കലഹങ്ങളോ മാനസിക വിഷമങ്ങളോ ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ മുന്നറിയിപ്പായി വിശ്വസിക്കപ്പെടുന്നു. കണ്ണിന്റെ മുകൾ പോള തുടിക്കുന്നത് സാമ്പത്തിക ലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ പണം കൈവശം വന്ന് ചേർന്നേക്കാം. പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് വലതുവശത്തും സ്ത്രീകൾക്ക് ഇടതുവശത്തും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലോട്ടറി ഭാഗ്യം പോലും തേടി വന്നേക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കണ്ണിന്റെ താഴ്ഭാഗത്താണെങ്കിൽ ഇതല്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കണ്ണിന്റെ താഴ്ഭാഗം തുടിക്കുന്നത് ചെലവുകളെയാണ് സൂചിപ്പിക്കുന്നത്. അനാവശ്യമായ കാര്യങ്ങൾക്കായി പണം ചെലവാകാനോ കടബാധ്യതകൾ ഉണ്ടാകാനോ ഇത് കാരണമാകാം. കണ്ണിന്റെ വെളുത്ത ഭാഗത്തോ കോണുകളിലോ ഉണ്ടാകുന്ന തുടിച്ചിൽ സ്നേഹബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കാനോ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനോ ഇത് കാരണമായേക്കാം. പുരികത്തിന് തൊട്ടടുത്തുള്ള ഭാഗത്താണ് കണ്ണ് തുടിക്കുന്നതെങ്കിൽ സ്ഥാനക്കയറ്റത്തെയും ബഹുമാനത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. നമ്മുടെ പുരാണങ്ങളിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. രാമായണത്തിൽ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി അശോകവനത്തിൽ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി ദേവിയെ കാണുന്നതിന് തൊട്ടു മുൻപ് സീതാദേവിയുടെ ഇടത് കണ്ണ് തുടിച്ചിരുന്നതായി പറയപ്പെടുന്നു. അത് വലിയൊരു ഭാഗ്യത്തിന്റെ സൂചനയായിരുന്നു.
കണ്ണ് തുടിക്കുന്നത് പലപ്പോഴും കണ്ണ് കെട്ടുക അഥവാ ദൃഷ്ടിദോഷം മൂലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആരെങ്കിലും നിങ്ങളെ അമിതമായി അസൂയയോടെ നോക്കിയാലോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചാലോ ശരീരത്തിലെ ഊർജ്ജനിലയിൽ മാറ്റം വരികയും അത് കണ്ണുകളുടെ തുടിച്ചിലായി പ്രകടമാവുകയും ചെയ്യും. ഒരു കാരണവുമില്ലാതെ തുടർച്ചയായി കണ്ണു തുടിക്കുകയും അതോടൊപ്പം കണ്ണിന് ചെറിയ ഭാരം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൃഷ്ടിദോഷത്തിന്റെ ലക്ഷണമായി പഴമക്കാർ പറയുന്നു. ഇതിന് പരിഹാരമായി ഉപ്പും മുളകും ഒഴിഞ്ഞ കനലിലിടുകയോ കറുത്ത ചരട് കയ്യിൽ കെട്ടുകയോ ചെയ്യുന്നത് ഗുണകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ദോഷകരമായ രീതിയിലാണ് കണ്ണ് തുടിക്കുന്നതെങ്കിൽ അന്ന് ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നത് അനിഷ്ട സംഭവങ്ങൾ തടയാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ദോഷസൂചനയുള്ള കണ്ണ് തുടിക്കുമ്പോൾ പുതിയ ബിസിനസ് തുടങ്ങുകയോ വസ്തു വാങ്ങുകയോ ചെയ്യരുത്. ദൂരയാത്രകൾ പോകുമ്പോൾ കണ്ണു തുടിച്ചാൽ അല്പനേരം വിശ്രമിച്ചോ വെള്ളം കുടിച്ചോ മനസ്സിനെ ശാന്തമാക്കിയ ശേഷം മാത്രം യാത്ര തുടരുക. ദോഷസൂചനയുള്ള സമയത്ത് മറ്റുള്ളവരുമായി തർക്കത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് വലിയ കലഹങ്ങളിലേക്ക് നയിച്ചേക്കാം. കണ്ണിലെ കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും നിഗൂഢമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. കണ്ണിന്റെ ഇടത് കോണിലാണ് ചലനമെങ്കിൽ അത് പഴയ കാലത്തെ ഒരു രഹസ്യം പുറത്തു വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. വലതു കോണിലാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി നാഡികൾ പ്രപഞ്ചത്തിലെ തരംഗങ്ങളോട് സംവദിക്കാറുണ്ട്. അതുകൊണ്ടാണ് വരാനിരിക്കുന്ന ദുരന്തങ്ങൾ മൃഗങ്ങൾ നേരത്തെ അറിയുന്നത് പോലെ മനുഷ്യ ശരീരവും ഇത്തരം ലക്ഷണങ്ങളിലൂടെ നമ്മെ അറിയിക്കുന്നത്. ഇത് വെറുമൊരു ശാസ്ത്രമല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ പൂർവികർ നിരീക്ഷിച്ചുറപ്പിച്ച അനുഭവ സത്യങ്ങളാണ്. ആധുനിക ലോകം ഇതിനെ അന്ധവിശ്വാസമെന്ന് വിളിക്കുമ്പോഴും കൃത്യസമയത്ത് ലഭിച്ച ഈ മുന്നറിയിപ്പുകൾ കൊണ്ട് വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടവർ നമുക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, അത് തലമുറകളായി കൈമാറി വന്ന അനുഭവങ്ങളുടെ കരുത്തിലാണ്. നമ്മുടെ മുത്തശ്ശിമാരും കാരണവന്മാരും പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ യാദൃശ്ചികകളുടെ പരിണിത ഫലമായിരിക്കാം. ഒരു സുപ്രഭാതത്തിൽ വലതു കണ്ണ് തുടിച്ചപ്പോൾ ലഭിച്ച വലിയ ഭാഗ്യമോ അല്ലെങ്കിൽ ഇടത് കണ്ണ് തുടിച്ചതിന് പിന്നാലെ വന്ന ദുഃഖവാർത്തയോ ആയിരിക്കാം ഇത്തരമൊരു ശാസ്ത്രത്തിന് അടിത്തറയിട്ടത്. ചിന്തിച്ചു നോക്കിയാൽ പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും പരസ്പര ബന്ധിതമാണ്. കടലിന്റെ തിരമാലകൾ മുതൽ നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ വരെ ഒരു താളത്തിൽ ചലിക്കുന്നു. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ സ്പന്ദനങ്ങൾ നമ്മുടെ നാഡീവ്യൂഹങ്ങളിൽ പ്രതിഫലിക്കുമെന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ? യുക്തി കൊണ്ട് അളക്കാൻ കഴിയാത്ത പലതും ഇന്നും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. കണ്ണുകളുടെ തുടിച്ചിലിനെ ഒരു മുന്നറിയിപ്പായി കാണുന്നതിലൂടെ നമ്മൾ മാനസികമായ ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത്. നല്ലതാണെങ്കിൽ അത് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു, ദോഷമാണെങ്കിൽ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പുരുഷന്റെ വലത് കണ്ണായാലും സ്ത്രീയുടെ ഇടത് കണ്ണായാലും വരാനിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, വിശ്വാസങ്ങൾ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ കൗതുകത്തോടെ കാണാൻ സഹായിക്കുന്നതാകണം.